പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പിറ്റേ ദിവസം ഡയാലിസിസിൻ്റെ ആ ഒരു ഒരുക്കം തുടങ്ങി. ആദ്യം തന്നെ അവർ കൊണ്ടുപോയത് പ്രൊസീജിയർ റൂമിലേക്കാണ്. അവിടെ എത്തി അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തലേദിവസം വയ്യാണ്ടതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഫിസ്റ്റുല ചെയ്തിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ വലതുഭാഗത്ത് ട്യൂബ് ഇട്ടിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം വാർഡിലേക്ക് കൊണ്ടുവന്നു. അന്ന് വൈകുന്നേരം തന്നെ ഒരു 4 മണിയോട് കൂടിയാണ് ഡയാലിസിസിൻ്റെ ബ്ലോക്കിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോയത്. ഡയാലിസിസിൻ്റെ വാർഡിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ തുടങ്ങി. അത് മറ്റൊന്നുമല്ല, അവിടെ ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന കുറേ ബെഡുകൾ, അതിൽ ചെറിയ കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, ഇടത്തരാളുകൾ, അങ്ങനെ പല പ്രായത്തിലുള്ള ആളുകളെ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ആ ഒരു ടെൻഷനായി പോയി. അങ്ങനെ അവർ പറഞ്ഞ ബെഡിലേക്ക് ഞാൻ കയറി കിടന്നു. അവരെൻ്റെ ട്യൂബിലേക്ക് വയറുകൾ എന്തൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് ഈ ഡയാലിസിസിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ നിങ്ങളോട് കഴിയില്ല. അത് ഡോക്ടേഴ്സിനൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്, ഞാൻ അനുഭവിച്ച എൻ്റെ ബുദ്ധിമുട്ടുകളാണ്, മറ്റൊന്നുമല്ല. ഡയാലിസിസ് തുടങ്ങി ഫസ്റ്റ് ഒരു അരമണിക്കൂറിന് ശേഷം എനിക്ക് നെഞ്ചിൻ്റെ അവിടെ ഭയങ്കര വേദന തുടങ്ങി. ഞാൻ പേടിച്ചിട്ടായിരിക്കും എന്തോ ഞാൻ വിചാരിച്ചു ഇനി വല്ല അറ്റാക്ക് വേണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ അതല്ല, അത് ഗ്യാസിൻ്റെ ഒരു വേദനയായിരുന്നു. ഒരു ടാബ്ലറ്റ് കഴിച്ചു, അത് പെട്ടെന്ന് മാറി കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 2 മണിക്കൂറായപ്പോഴേക്കും എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞത്, എനിക്ക് തലവേദന തുടങ്ങി. നല്ല തലവേദന. അപ്പോഴേക്കും BP കൂടി, പിന്നെ ഛർദി തുടങ്ങി. ആ കുട്ടികൾ നല്ല രീതിയിൽ നമ്മളെ നോക്കുന്നുണ്ട്, അവരുടെ മടിയും കൂടാതെ നമ്മളെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെല്ലെ ഒരു ഉറക്കത്തിലേക്ക് പോയി. ഒരു 3:45-4 മണിക്കൂർ, ആ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും തലയ്ക്ക് ആകെ ഒരു അമ്പരപ്പ് വന്നു. പിന്നെ നമുക്കൊരു ശരീരത്തിനൊരു ബാലൻസ് കിട്ടാത്തൊരവസ്ഥ. വീൽ ചെയറിൽ അവർ വീണ്ടും വാർഡിലേക്ക് കൊണ്ടുവന്നു, ബെഡിലേക്ക് കിടത്തിയ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ദൈവമേ, ഈ ഒരു ഗതി ആർക്കും ദൈവം കൊടുക്കാതിരിക്കട്ടെ. കാരണം എനിക്ക് പോലും എൻ്റെ ശരീരത്തിന് ഇത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ചെറിയ കുഞ്ഞുങ്ങളത് എങ്ങനെ താങ്ങും? അവരുടെ ശരീരത്തിന് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഞാനത് ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അങ്ങനത്തെ ആ ഒരു 2-3 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഏതായാലും 3 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങൾക്ക് ഡിസ്ചാർജ് എഴുതി ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. ആ നാട്ടിലെത്തി ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ബാക്കിയുള്ള ഡയാലിസിസും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നുണ്ട്. നന്ദി.